സുഗമോ ദേവി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നന്ദൻ്റെ മാനസികാവസ്ഥ എന്താണെന്നുള്ള കാര്യം ഇപ്പോൾ പ്രഭാവതിക്ക് അറിയാം. അതുകൊണ്ട് തന്നെ നന്ദൻ കൂടുതൽ വിഷമിക്കാതിരിക്കാൻ വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. മാത്രമല്ല നന്നായിട്ട് മോട്ടിവേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഇനി വിഷമം കൂടി മാനസികമായിട്ട് ഡിപ്രഷൻ ഉണ്ടാകരുത് എന്ന് കരുതിയിട്ട്. അതേസമയം അമ്മയുടെ ഈ പെരുമാറ്റവും ഓവർ കെയറിങ്ങും ഒക്കെ ദേവികയെ സംശയം ഉണ്ടാക്കുന്നു. സാധാരണ അങ്ങനെ ചായയും കൊണ്ട് റൂമിലൊന്നും വരുന്നതല്ല. ഇതെന്തു പറ്റിയെന്നൊക്കെ ആലോചിക്കുന്നു. എങ്കിലും അങ്ങനെ സംശയമൊന്നും തോന്നുന്നില്ല. ഋഷിയെക്കുറിച്ച് എന്തോ സംസാരിക്കുന്നത് പോലെ കേട്ടുവെങ്കിലും അത് സമ്മതിക്കുന്നില്ല അമ്മയും അതുപോലെ നന്ദനും. ദേവിക ഒരു MLA ആണല്ലോ. ദേവികയുടെ അടുത്ത് പല പ്രോജക്റ്റുകളും വരും. അത്തരത്തിൽ സിദ്ധാർത്ഥൻ സാർ MLA ആയിരുന്ന സമയത്ത് റിജക്റ്റ് ചെയ്തൊരു പ്രോജക്റ്റുമായി ഒരാൾ വരുന്നുണ്ട്. 1500 കോടിയുടെ ഒരു പ്രൊജക്റ്റ് രാമപുരം നിയോജകമണ്ഡലത്തിലെ ഒരു സ്ഥലത്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അതിന് സാങ്ഷൻ തരണമെന്ന് പറഞ്ഞ് വരുമ്പോഴത്തേക്കും വേസ്റ്റ് ഡിസ്പോസ് ചെയ്യുന്ന ഒരു പ്രൊജക്റ്റാണ്. പക്ഷേ അവിടെ കൊണ്ടുവരുന്ന മാലിന്യങ്ങൾ സംസ്കരിക്കാനുള്ള ആ ഒരു മാർഗം വ്യക്തമായിട്ടും ആ പ്രൊജക്റ്റിൽ ഇല്ല. ഒരുപാട് മാലിന്യങ്ങൾ ഒരുപാട് നാൾ കെട്ടിക്കൂടി കിടക്കുന്ന രൂപത്തിനുള്ള ഒരു പ്രൊജക്റ്റാണ് സമർപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് റിജക്റ്റ് ചെയ്തതിൻ്റെ പേര് അയാൾക്ക് ഒരുപാട് ദേഷ്യമാകുന്നു. അതിനെപ്പറ്റി സിദ്ധാർത്ഥൻ സാറിനോടും ഒരുപാട് അലച്ചിട്ടാണ് അയാൾ പോകുന്നത്. ഇത്രയും വലിയ ശത്രു ദേവികയ്ക്കുണ്ടായ സാഹചര്യത്തിൽ നന്ദൻ ചെയ്ത തെറ്റും കാണും ഒരല്പശ്രുതി അയാൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് വെച്ച് നമ്മുടെ ദേവികയും അതുപോലെ സിദ്ധാർത്ഥൻ സാറിനെയും ബ്ലാക്ക്മെയിൽ ചെയ്യാനുള്ള എല്ലാ സാധ്യതയും കാണുന്നു. ചന്ദ്രമതിക്കാണെങ്കിൽ പ്രഭാവതിയുടെ ആറ്റിറ്റ്യൂഡ് വിശ്വസിക്കാനേ ആകുന്നില്ല. ത്യാഗരാജനെ എന്തുകൊണ്ടാണ് അരുന്ധതി തല്ലിയെന്നുള്ള കാര്യം ചന്ദ്രമതി അറിയുന്ന ആ നിമിഷം അരുന്ധതിയോട് പ്രതികാരം ചെയ്യാൻ പ്രഭാവതിയും കൂട്ടി അരുന്ധതിയുടെ വീട്ടിലേക്ക് പോകാൻ തീരുമാനിക്കുന്ന ചന്ദ്രമതിയെ ഞെട്ടിച്ചു പ്രഭാവതി. ആലുവ മണപ്പുറത്ത് പോലും കണ്ട പരിചയം പോലും ഇല്ലാത്ത രൂപത്തിൽ പ്രഭാവതി തന്നോട് സംസാരിക്കുന്നത് കേട്ട് വിഷമം തോന്നിയ ചന്ദ്രമതിയാണെങ്കിൽ പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മിപ്പിക്കുന്നു. സിദ്ധാർത്ഥൻ സാറ് ജയിലിൽ കിടന്ന സമയത്ത് ഒരുപാട് പ്രതിസന്ധികളുണ്ടായെങ്കിലും ഞാൻ കോടതിയിലെത്തിയത് ചന്ദ്രോത്ത് കുടുംബത്തിനെ ഒരാപത്തും വരരുത് എന്നാഗ്രഹിച്ച. ഇപ്പോൾ പോലും ത്യാഗരാജനോട് ഞാൻ പറഞ്ഞത് നിന്നുമായിട്ട് ഈ വീട്ടിൽ താമസിക്കാൻ എനിക്ക് പറ്റില്ല. ചന്ദ്രോത്ത് ചെല്ലുവാണെങ്കിൽ അവരെല്ലാം എന്നെ പൊന്നുപോലെ നോക്കുമെന്ന്. അതെല്ലാം വെറുതെ ആയിപ്പോയല്ലോ എന്നൊക്കെ പറയുമ്പം പ്രഭാവതിക്ക് വിഷമമാകുന്നു. എന്നാൽ പ്രഭാവതിക്കാണെങ്കിൽ സത്യങ്ങളൊന്നും ചന്ദ്രമതിയോട് തുറന്നു പറയാനും പറ്റുന്നില്ല. എന്നാൽ ഞാൻ നിന്നെ ബുദ്ധിമുട്ടിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് കോള് കട്ട് ചെയ്ത്. ചന്ദ്രമതിക്കാണെങ്കിൽ നല്ല വിഷമം, അതുപോലെ തന്നെ പ്രഭാവതിക്കും. ഇതിനിടയ്ക്ക് കെവിനാണെങ്കിൽ നന്ദനെ കാണാൻ വീട്ടിലേക്ക് വരുന്നുണ്ട്. കാരണം സ്റ്റേഷനിൽ നിന്ന് വന്നതിന് ശേഷം ദേവികയോട് വല്ല സത്യവും തുറന്നു പറഞ്ഞു എന്നുള്ളൊരു ടെൻഷൻ കെവിനെ അലട്ടുന്നുണ്ട്. അതിനെപ്പറ്റി ചോദിക്കാനാണ് വന്നിരിക്കുന്നത്. കെവിനാണെങ്കിൽ നന്ദുവിനോട് വന്ന് ചോദിക്കുന്നുണ്ട്, എടാ നീ എന്തെങ്കിലും കാര്യം വീട്ടിൽ ആരുടെങ്കിലും തുറന്നു പറഞ്ഞിരുന്നോ? സ്റ്റേഷനിൽ നടന്ന കാര്യമോ അല്ലെങ്കിൽ ഋഷിയുമായി ബന്ധപ്പെട്ട കാര്യം? എനിക്ക് പറയേണ്ടി വന്നടാ. നീ എന്താ ഈ പറയുന്നത്? നീ ആരോടാ പറഞ്ഞേ എന്നൊക്കെ കെവിൻ ചോദിക്കുമ്പം ഞാൻ എൻ്റെ അമ്മയോടാ പറഞ്ഞത്. ദേവിയോട് പറയാനുള്ള ധൈര്യം എനിക്ക് കിട്ടിയില്ലടാ. അമ്മയോട് സത്യങ്ങളെല്ലാം പറയേണ്ടി വന്നു. ഞാൻ അപ്പോഴേ നിന്നോട് പറഞ്ഞില്ലേ ആരോടും ഒന്നും പറയരുതെന്ന്. രാത്രി ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുന്നത് കണ്ടിട്ട് അമ്മ എന്നെ ആശ്വസിപ്പിക്കാൻ വന്നതാ. അങ്ങനെ അമ്മയുടെ ചോദ്യത്തിന് മുമ്പ് എനിക്ക് പിടിച്ചു നിൽക്കാനായില്ലടാ. അമ്മ വഴി ഈ കാര്യം ആരും അറിയില്ല, അതെനിക്ക് ഉറപ്പുണ്ടെന്ന് പറയുമ്പം പ്രഭാവതി ആണെങ്കിൽ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. പ്രഭാവതിയെ കാണുമ്പോഴത്തേക്കും കെവിൻ എന്ത് പറയണമെന്നറിയില്ല. കാരണം കെവിൻ എല്ലാ സത്യങ്ങളും പ്രഭാവതിയിൽ നിന്നും മറച്ചു വെച്ചല്ലോ. ഓഫീസിലെ ഫിനാൻഷ്യൽ ക്രൈസിസ് ആണ് നന്ദന് പ്രോബ്ലം ഉണ്ടാക്കിയേ എന്നാണല്ലോ കെവിൻ പ്രഭാവതിയോടും അതുപോലെ സിദ്ധാർത്ഥൻ സാറിനോടും പറഞ്ഞ് വിശ്വസിപ്പിച്ചത്. എന്നാൽ അതല്ല, താനും കൂടി ചേർന്ന് ഒരാളെ കൊലപ്പെടുത്താൻ നന്ദന് കൂട്ടുനിന്നു എന്നുള്ള സത്യം അറിഞ്ഞു കഴിഞ്ഞാൽ പ്രഭാവതി തന്നോട് എങ്ങനെ പെരുമാറും എന്നുള്ളൊരു പേടി കെവിനെ അലട്ടുന്ന സമയത്ത് എന്തായാലും പ്രഭാവതിക്കാണെങ്കിൽ കെവിനോട് ദേഷ്യപ്പെടാൻ പറ്റുന്ന സാഹചര്യമല്ലല്ലോ. പ്രഭാവതി കെവിനോട് ചോദിക്കുന്നു, സ്റ്റേഷനിൽ നിന്ന് നന്ദനെ രക്ഷപ്പെടുത്തിയത് ആരാണെന്നല്ല ഇപ്പം മെയിൻ കാര്യം. നമ്മൾ 3 പേരല്ലാതെ ഈ സത്യം 4മതൊരാൾ അറിയാൻ പാടില്ല. അങ്ങനെ 4മതൊരാൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഈ കാര്യം നിൽക്കില്ല. മറ്റൊരാളും ഈ സത്യങ്ങൾ അറിയാൻ ഞാൻ അനുവദിക്കില്ല. പക്ഷേ നന്ദനൊരു പ്രോബ്ലവും വരാതെ കെവിൻ നോക്കിയേക്കണം. ഒരു കാരണവശാലും ഋഷിയുമായി ബന്ധപ്പെട്ട കേസ് നന്ദൻ്റെ മേൽ വിരൽ ചൂണ്ടരുത് എന്നൊക്കെ പറയുമ്പോൾ കെവിൻ വാക്ക് കൊടുക്കുന്നുണ്ട്. ഋഷിയുമായി ബന്ധപ്പെട്ട ഈ കേസിൽ നന്ദനൊരു ആപത്തും വരാതെ ഞാൻ നോക്കിക്കോളാമെന്ന്. അതേസമയം ചന്ദ്രമതി ആണെങ്കിൽ പ്രഭാവതിയെ കാണാനായിട്ട് ചന്ദ്രോത്ത് വീട്ടിലേക്ക് വരുന്നു. കാരണം പ്രഭാവതിയുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും എന്തൊക്കെയോ പന്തികേട് തോന്നിക്കുന്നുണ്ട്, എന്തോ ഭയപ്പെടുന്നത് പോലെ. അപ്പം ചന്ദ്രമതി വന്ന് ചോദിക്കുന്നു, അരുന്ധതി കാണാൻ വരുന്നില്ലെന്നുള്ള ദേഷ്യമൊന്നുമല്ല, പക്ഷേ എങ്കിലും നീ എന്തൊക്കെയോ സത്യം എന്നിൽ നിന്ന് മറച്ചു വെക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നുണ്ട്. നിൻ്റെ മനസ്സിന് താങ്ങാൻ പറ്റാത്ത എന്തോ ഒരു വിഷമം ഉണ്ടായതുപോലെ.
ചന്ദ്രമതി, നിന്നോട് പറയാത്ത ഒരു രഹസ്യം എനിക്കുണ്ടായിട്ടില്ല. അതുപോലെ ഞാൻ അറിയാത്ത ഒരു രഹസ്യവും നിനക്ക്. ചന്ദ്രമതിയുടെ ചോദ്യത്തിനു മുമ്പിൽ എല്ലാ സത്യങ്ങളും നമ്മുടെ പ്രഭാവതി തുറന്നു പറയുമെന്നാണ് തോന്നുന്നത്. കാരണം അത് വ്യക്തമാക്കുന്നില്ല. എന്തായാലും പ്രഭാവതി സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞാലും ചന്ദ്രമതി ഒരിക്കലും പ്രഭാവതിയോ നന്ദനെയോ ചതിക്കില്ല. പക്ഷേ സത്യങ്ങളൊക്കെ അറിഞ്ഞ ചന്ദ്രമതി എന്ത് തീരുമാനം എടുക്കുമെന്ന് കാത്തിരിക്കാം.